ഒരു വലിയ തീപിടുത്തം അവിടെ ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരി വാർത്തയുടെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രസാദെ, ഈ വലിയ തീപിടുത്തം കാരണം ആ ഷോറൂമിന്റെ ഓൾമോസ്റ്റ് എല്ലാ നിലയും കത്തിയും തോന്നുന്നു. ഇതിപ്പം ഈ തീ കുറച്ചെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ ആകാശ്? രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ നിയന്ത്രണമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാം. കാരണം വസ്ത്രങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു യൂണിറ്റ് ആയിരുന്നു ഇവിടെ എത്തിയതെങ്കിൽ ഇപ്പോൾ രണ്ടാമതൊരു യൂണിറ്റ് ഫയർഫോഴ്സും കൂടെ ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലാണ് ഇത്തരത്തിലുള്ള തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ തീ ആളി കത്തുകയാണ്. അരമണിക്കൂർ മുമ്പാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ജീവനക്കാരും ഇവിടെ ഉണ്ടായിരുന്നവരും എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അതിന് പിന്നാലെ ഇത് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ബീച്ചിൽ നിന്ന് ഒരു യൂണിറ്റ് ഫയർ സംഘം ഇവിടേക്ക് എത്തി തീ അണയ്ക്കുകയായിരുന്നു. പിന്നീട് ഇത് നിയന്ത്രണ വിധേയമാകാത്തൊരു സാഹചര്യത്തിലാണ് പിന്നീട് ഒരു യൂണിറ്റും കൂടി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാം. 2 യൂണിറ്റുകൾ ചേർന്നാണ് ഇപ്പോൾ തീ അണയ്ക്കുന്നത്. കടലിനുള്ളിൽ വലിയ രീതിയിലുള്ള പുകയും തീയും നമുക്ക് കാണാൻ സാധിക്കും. വലിയ രീതിയിൽ തന്നെയാണ് തീയും പുകയും ഉണ്ടായത്. അരമണിക്കൂർ മുൻപാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ തന്നെ ഇവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. 2-3 നിലകളിലാണ്. ഒന്നാമത്തെ നിലയിൽ തീ പടർന്നിട്ടില്ല. മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടരാതെ നിൽക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നമുക്ക് കാണാം വലിയ രീതിയിൽ തന്നെ തീ ആളി കത്തുകയാണ് ഇവിടങ്ങളിൽ. വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉള്ളതിനാൽ വലിയ പ്രയാസപ്പെടുന്നുണ്ട് തീ അണയ്ക്കാൻ എന്ന് വേണം പറയാൻ. നിരവധി പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വർക്കിംഗ് അവേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ജോലിക്കാരും കൂടാതെ ജീവനക്കാരും അവിടെ ഒരു ഈ വസ്ത്രം വാങ്ങാൻ വന്ന ആളുകളും കാണുമായിരിക്കും. അപ്പം എല്ലാവരും സേഫായിട്ട് പുറത്തെത്തിച്ചിട്ടുണ്ടോ? അപകടകരമായ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കൃത്യമായി തന്നെ പുറത്തോട്ട് ഇറക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവരും പുറത്തേക്ക് തീ പടരുന്നതും പുക കാണുന്നതും തൊട്ട് എല്ലാവരെയും പുറത്തോട്ട് ഇറക്കുകയും കൂടാതെ തന്നെ ഇവിടെ ഉണ്ടായ ഫയർ യൂണിറ്റുകൾ പ്രവർത്തിക്കുകയും കൃത്യമായി വെള്ളം ചീറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ പോലും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ. അതിനാൽ തന്നെ അതിലൊന്നും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. പിന്നാലെയാണ് ആളുകൾ ചേർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ അതിൽ തീ അണയ്ക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് പിന്നീട് ഒരു യൂണിറ്റ് ഫയർഫോഴ്സും കൂടി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 2 യൂണിറ്റും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. എന്നാലും തീ നിയന്ത്രണ വിധേയമാകുന്നില്ല. ഈ പ്രദേശത്തിൽ കടുത്ത പുകയും കൂടാതെ തന്നെ തീയുമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഇവിടുന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അരമണിക്കൂറോളം ഒരു യൂണിറ്റായിരുന്നു പമ്പ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 2 യൂണിറ്റുകൾ ഒരുമിച്ച് ചേർന്ന് പമ്പ് ചെയ്യുന്നുണ്ട്. മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനും കൂടുതൽ നാശനഷ്ടം സംഭവിക്കാതിരിക്കാനുമാണ് ഇത്തരത്തിൽ 2 യൂണിറ്റുകൾ ചേർന്ന് ഇപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നത്. ഇതിൽ മറ്റ് ഫ്ലോറുകളിലേക്ക്, ഒന്നാമത്തെ ഫ്ലോറിലേക്കും മറ്റു ഫ്ലോറിലേക്കും തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളും ഇവർ തുടരുന്നുണ്ട്. നിരവധി നാട്ടുകാരും ഇവരോടൊപ്പം ചേരുന്നുണ്ട്. ഫയർഫോഴ്സിനോടൊപ്പം നാട്ടുകാരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ തീയടയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഇതിലുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം തന്നെ ആളി കത്തുകയാണ്. അതിനാൽ തന്നെ ഈ വസ്ത്രങ്ങളിലൊക്കെ പെട്ടെന്ന് തീ പടർന്ന് കയറൂല. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? നല്ല ചൂടുള്ള കാലാവസ്ഥ. അപ്പം തീപിടുത്തങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ്. അപ്പം ഈ തീയണക്കിൽ അത് ശ്രമകരമായി തീരുമോ? സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്നാൽ പോലും പൂർണ്ണമായി അണച്ചു എന്ന് പറയാൻ സാധിക്കില്ല. അല്പനേരം മുമ്പ് ഇതിനേക്കാൾ കൂടുതൽ തീ ആളി പടർന്നിരുന്നു. അതിൽ ചെറിയ രീതിയിൽ ശമനമുണ്ടായിരുന്നു. ഇത് എന്ത് കാരണത്താലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായതെന്ന് ഇതുവരെ വ്യക്തമായില്ല. ഷോർട്ട്സ് എന്തെങ്കിലും വിഷയങ്ങളാണോ എന്ന കാര്യത്തിൽ വ്യക്തമായില്ല. 2 യൂണിറ്റുകൾ കൊണ്ട് ഇതിൽ പരിഹാരമാകാതെ മറ്റൊരു യൂണിറ്റ് കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിലവിൽ 3 യൂണിറ്റുകളാണ് എത്തിയിട്ടുള്ളത്. 3 ഫയർ എഞ്ചിനുകൾ എത്തിയിട്ടാണ് ഇനി വെള്ളം കടകളിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇപ്പോൾ 2 യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഒരു യൂണിറ്റും കൂടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നിലവിൽ 3 യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് 3 യൂണിറ്റുകൾ എത്തിയതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം 2 യൂണിറ്റുകൾ കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഒരു യൂണിറ്റും കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എത്ര വെള്ളം അടിച്ചിട്ടും ഈ തീ അണയ്ക്കാൻ സാധിക്കാത്തൊരു പശ്ചാത്തലമാണ്. തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല.
പിന്നെയും ആളി കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. കൂടാതെ തന്നെ ഇവിടെ വലിയ രീതിയിൽ തന്നെ പുക പരക്കുന്നുണ്ട്, കറുത്ത പുകയായിട്ട് പറക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാകുന്നുണ്ട്. ഇത് മൂന്നാമത്തെ യൂണിറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ യൂണിറ്റ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടങ്ങും. നമുക്ക് ഈ ഔട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഇപ്പം എല്ലായിടത്തും തീ കാണുന്നില്ല. അപ്പം ഇത് എല്ലാ ഫ്ലോറിലേക്കും തീ വ്യാപിക്കുകയാണോ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ നമുക്കും അങ്ങനെ വേണം അനുമാനിക്കാം. കാരണം 2 ഫ്ലോറിലാണെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ തീ ഒന്നും കൂടി ആളി കത്തുന്നുണ്ട്. മറ്റു ഫ്ലോറുകളിലേക്കും ഈ തീ പടരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ മേഖലയിൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ തീ കത്തുന്നത് കാണുന്നത്. എന്നാൽ ഉള്ളിലോട്ടുള്ളതൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഉള്ളിലേക്കും തീ ചിലപ്പോൾ പടർന്നു കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം 3 യൂണിറ്റ് ഇവിടെ എത്തിയിട്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. ഇത് വസ്ത്രങ്ങളായതിനാൽ തന്നെ തീ ഇങ്ങനെ ആളി പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ വസ്ത്രങ്ങൾ ഇങ്ങനെ കത്തി ഒരുപാട് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന് വേണം തന്നെ മനസ്സിലാക്കാൻ. കടയിലെ 2 ഫ്ലോറുകളിലാണ് ഇപ്പോൾ തീ പിടിച്ചത്. ഈ 2 ഫ്ലോറിലെയും വസ്ത്രങ്ങൾ പൂർണ്ണമായി തന്നെ കത്ത് നശിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ തീ ആളി പടർന്ന് കത്തുകയുമാണ്. അതിനാൽ തന്നെ ആയിരിക്കണം 3 യൂണിറ്റ് എത്തിയിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 3ാമത്തെ യൂണിറ്റും കൂടി വന്നപ്പോഴാണ് ഇപ്പോൾ കുറച്ചുകൂടി കാര്യമായി ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആദ്യം അരമണിക്കൂർ മുമ്പ് 1 യൂണിറ്റ് എത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. പിന്നാലെ ഇത് 3 യൂണിറ്റ് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അല്പസമയത്തിന് മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ആകാശ് പറഞ്ഞതും 2 ഫ്ലോറിൽ തീ പടർന്നു എന്നുള്ളത് നമുക്കിപ്പം വ്യക്തവുമാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം, ഉള്ളിൽ തീ പടർന്നു പിടിക്കുന്നത് കാണാം. ആദ്യം ഇത് 1 യൂണിറ്റ് ഫയർഫോഴ്സ്, പിന്നെ 2 യൂണിറ്റായി, ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സിൻ്റെ തീ അണയ്ക്കൽ നടപടികൾ അവിടെ നടത്തുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇപ്പം ഇവിടുത്തെ ഒരു കാലാവസ്ഥ അങ്ങനത്തെയാണ്. പെട്ടെന്ന് ഈ തീപിടുത്തമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിഭയങ്കര ചൂടാണ്, വെയിലാണ്, വേനൽക്കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തീപിടുത്ത സാധ്യതകളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഇത് ടെക്സ്റ്റൈൽസ് ആണ്, തുണികൾ. അപ്പോൾ പെട്ടെന്ന് ഈ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശ്രമകരമായ ദൗത്യം അവിടെ നടക്കുന്നതും. കെട്ടിടവും കുറേ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അവിടെ വെച്ചിരുന്ന ഫ്ലെക്സ് ബോർഡൊക്കെ കത്തി താഴെ വീഴുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് നേരത്തെ. ഇപ്പോൾ നമുക്ക് ആ കാണാം, മുകളിലത്തെ നിലയിലും അതേപോലെ 2ാമത്തെ നിലയിലും ഒക്കെ ഉള്ളിലോട്ട് തീ ആളി പടരുന്നുണ്ട്. ഇവിടുന്ന് മാക്സിമം ഈ ഫയർഫോഴ്സ് ഈ ജലം, ഈ വാട്ടർ പമ്പ് ചെയ്യുന്നുണ്ട്. എങ്കിലും ആ തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്.